ടു മൈ ഈദ് വ്ളോഗ്. കുറച്ച് തിരക്കുകൾ കാരണം ഈദ് വ്ളോഗ് ഇടാൻ വൈകി. ഞങ്ങൾ റമദാൻ 29 തന്നെ ഹെൽസിങ്കിക്ക് പോയി. ഇവിടെ ഞങ്ങളുടെ അങ്കിളിന്റെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് പോയത്. ഞങ്ങൾ നെക്സ്റ്റ് ഡേ ഈദ് എന്ന് കരുതിയാ പോയത്. ഈവനിങ് പിറ കണ്ടില്ല. സോ നെക്സ്റ്റ് ഡേ കൂടെ ഞങ്ങൾ നോമ്പ് പിടിച്ചു. മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങാനായിട്ട് അവരെ ഒന്ന് റെഡിയാക്കുക. കുഞ്ഞിലത്തൊരു ടോയ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ രാവിലെ കാറൊക്കെ ആയിട്ട് വെളിയിൽ നല്ല തണുപ്പുണ്ട്. സ്നോ ഒക്കെ കഴിഞ്ഞു. സ്പ്രിംഗ് സീസൺ തുടങ്ങാനായിട്ടുള്ള ഒരു ഇതാണ്. തണുപ്പുണ്ട് നല്ല അല്ലേ? എത്ര നല്ല കാറ്റ് ചെറുതായിട്ടുണ്ട്. അപ്പൊ അതിന്റെ തണുപ്പാണ്. ആഫ്രിക്ക ഹെൽസിങ്കി ആണോ ഇഷ്ടം, വാസയാണോ ഇഷ്ടം? ടോയ്സ് ഇട്ടല്ലോ എന്നാ. എന്താ വാസയില് ടോയ്സ് ഇല്ലേ? ആ തപ്പുമ്പോ കിട്ടുമല്ലോ. മാമയുടെ സ്റ്റോറേജിലോ ക്രോസ് ആദിക്കോ? ആദിക്ക് എവിടെ ഇഷ്ടം? ഹെൽസിങ്കി ആണോ ഇഷ്ടം? ആഫ്രിക്ക ഹെൽസിങ്കിയാ പറഞ്ഞു. റൈമാമ തന്നല്ലേ? റൈൻ്റെ ടോയ്സും സ്കെച്ച് പെനൊക്കെ എടുക്കാനാണ് അഫ്രി ഹെൽസിങ്കിക്ക് വരുന്നത് അല്ലേ? ആദിക്ക് ഇവിടെ എന്താ ഇഷ്ടം? ആദിക്ക് പണ്ട് ഓർമ്മയുണ്ടോ? ആദി ഒരു 6 months ഉള്ളപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദി ഈ ഗ്രൗണ്ടിൽ നിന്നാണ് കളിച്ചത്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട്. കുഞ്ഞായിരുന്നു ആദി ബോൾ കളിക്കുന്നത് ഇവിടെ. ആദിക്ക് ഓർമ്മയുണ്ടോ? ആദി ഇവിടെ കുട്ടികൾക്ക് ഈദിന് ഹോളിഡേയ്സ് എടുക്കാം. അപ്പോൾ അവർക്ക് ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈദ് ഹോളിഡേയ്സ് മാക്സിമം 1 to 5 days എടുക്കാം എന്നുള്ളത് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെക്കേഷനായിട്ട് എടുത്തിട്ട് വന്നതാണ്. നമ്മളൊരു 2 days എടുത്തിട്ടുള്ളൂ, തേഴ്സ്ഡേ ഫ്രൈഡേ. അപ്പോൾ സാറ്റർഡേ സൺഡേ കൂടെ കിട്ടുമല്ലോ. അങ്ങനെ നേരെ പാർക്കിൽ ആരുമില്ല, എല്ലാ കുട്ടികളും സ്കൂളിലാണ്. മുസ്ലിംസ് ആയിട്ടുള്ളവർ മാത്രമാണ് ഈദ് ഹോളിഡേയ്സ് എടുക്കാറ്. ഞാൻ സത്യം പറഞ്ഞാൽ ഗ്ലൗസ് ഒന്നും എടുക്കാണ്ടാവുന്നത്, തണുപ്പ് കാണൂല എന്ന് വിചാരിച്ച്. നല്ല തണുക്കുന്നുണ്ട്. ഒരാള് ട്രാപ്പായിരിക്കാണ്, മേളിൽ കയറി താഴെ ഇറങ്ങാൻ പറ്റാണ്ട്. എന്നെന്ന് അറിയില്ല. അതെ അങ്ങോട്ട് പോയി കളിക്കാതെ, നീ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ നിൽക്കാതെ. സ്ലിപ്പാവുന്നതാണ് ഇഷ്ടം എനിക്ക്. അഡ്വഞ്ചറസ് റൈഡാണ് അവൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ കണ്ടോ? ഒരാൾ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റാണ്ട് ഇരിക്കുവാണ്. സമ്മർ കോട്ടൊക്കെ നല്ല രസമാണ് ഇവിടെ. പക്ഷെ ഈ ഒരു ക്ലൈമറ്റ് ഒട്ടും കൊള്ളില്ല. ഞങ്ങൾ നടന്ന് വന്നപ്പോൾ കുറേ ആൾക്കാർ ഇതിനകത്തുനിന്ന് വിളിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ കിളികൾ. നല്ല രാവിലെയൊക്കെ ഇങ്ങനെ നടന്നു വരുമ്പോൾ കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് നടക്കാൻ തന്നെ നല്ല രസമാണ്. കുഞ്ഞു കുഞ്ഞു കിളികളാണ്. കിളികളും ഈ ചെടികൾ ബ്രാഞ്ചസൊക്കെ ഉണങ്ങിയിരിക്കുന്നു. രണ്ടും സെയിം കളറായതുകൊണ്ട് അറിയുന്നില്ല അതിൻ്റെ ഇടയിൽ കിളികളുള്ളത്. ഇഷ്ടം പോലെ കിളികൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ അങ്കിള് താമസിക്കുന്നത്. 30 വർഷമായിട്ട് ഇവിടെ താമസിക്കുവാണ്. മക്കൾക്ക് ഇവിടെ വരാനൊക്കെ ഇഷ്ടമാണ്. നാട്ടിൽ ഗ്രാൻഡ് പാരൻസിൻ്റെ ഒക്കെ ലവും കെയറൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന മക്കൾക്ക് ഇവിടെ വന്നപ്പോൾ ഒരു ലോൺനെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ വരുമ്പോഴാണ് മാറുന്നത്. നമ്മൾ നോമ്പ് തുറക്കാൻ സമയമായി. അപ്പോൾ സ്നാക്സായിട്ട് നമ്മൾ റോൾസും കുറച്ച് ഉഴുന്ന് വട ഉണ്ട്. ഇന്ന് റൈൻ നോമ്പായിട്ട് ഇന്ന് ഇല്ല. റൈൻ എവിടെ പോണോ അമ്മ? ഒരു ഫോൺ കൊണ്ട് എല്ലാവരുടെയും പിക്ചേഴ്സ് എടുക്കുന്നു. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു, സ്മൂത്തിയൊക്കെ അടിച്ചു, സ്നാക്സ് ഒക്കെ റെഡിയാക്കി വെച്ചേക്കുവാണ്. ഇനി ബാങ്കിന് വെയിറ്റിംഗ് ആണ്. 30 നോമ്പ് പോയത് അറിഞ്ഞില്ല കേട്ടോ. 30 നോമ്പും ഷടപ്പടയെന്ന് പോയി. ഒട്ടും ക്ഷീണമില്ലായിരുന്നു, വിശപ്പില്ലായിരുന്നു. നാട്ടിലാകുമ്പോൾ കുറച്ചുകൂടെ ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ കൊണ്ട് തന്നെയാണ് അതിനൊരു കാരണം. ഒട്ടും വിയർക്കുന്നില്ലല്ലോ.
അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരുന്നു നോമ്പ്. പുറത്തൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ കറിവേപ്പിലയാണ്, വേപ്പില. അപ്പോൾ നമുക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നതിനും കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എയർപോർട്ടിൽ ചെക്കിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. വേപ്പില കൊണ്ടുവന്നൂടെ അല്ലേക്കാ, അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ മാമ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. മാമ ഒരു ലൈറ്റൊക്കെ ഇട്ടിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു മുമ്പ് കൊണ്ടുവന്നതാ. അതിനെ ആദ്യം കൊണ്ടുവന്നത് ചെറുതായിട്ടൊന്ന് എന്തോ ഒരു പ്രശ്നം അതിന് വന്നു. അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് തന്നെ ഒരു കമ്പ് വെച്ച് മാമ രണ്ടാമത്തെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇഫ്താർ ടേബിൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 5 more minutes ഉള്ളി. നമ്മൾ ഇന്നലെ കഴിച്ചിട്ടുണ്ട് ബാക്കി കബാബും കട്ട്ലറ്റും. അഫ്രിക്ക് വേണ്ട, ആദിക്കാണ്. അഫ്രി എത്ര നോമ്പെടുത്തു? 2 നോമ്പാ? 3 പിടിച്ചാ? ഇല്ല, 2 നിനക്ക് തന്നെ എണ്ണ ഈസി ആയിരുന്നു അഫ്രിക്ക് നോമ്പ്. ബാങ്ക് കേട്ടോ നമ്മള് നോമ്പ് മുറിക്കുകയാണ്. ഡേറ്റ്സ് കഴിച്ചാണ് നോമ്പ് മുറിക്കുന്നത്. ആദ്യം അഫ്രി നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ വെക്കുന്നോണ്ടാണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചത്. അതാകുമ്പോൾ സെലക്റ്റീവായിട്ട് കഴിക്കാൻ പറ്റില്ല. നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ട് ജസ്റ്റ് ഒരു ഈദിൻ്റെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെളിയിലോട്ട് ഇറങ്ങിയതാണ്. ഒരു പ്ലേസ് ഉണ്ട്, അർച്ചൊക്കെ കൂടുതലുള്ള ഒരു ഷോപ്സൊക്കെ ഉള്ള ഒരു പ്ലേസ് ഉണ്ട്. അവിടെയോട്ടൊന്ന് പോവാന്ന് വെച്ച് ഇറങ്ങിയതാണ് ഞങ്ങൾ. ഫിൻലാൻഡിലെ ഏറ്റവും കൂടുതൽ അറബ്സും താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അറബ്സ് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം അവരുടെ ഐറ്റംസ് ആണ് കൂടുതൽ. നമ്മൾ ഈദല്ലേ, അപ്പോൾ മെഹന്തി ഇട്ടില്ല. മെഹന്തി തപ്പി ഇറങ്ങിയതാ. ഷോപ്പിൽ കയറി നമുക്ക് കിട്ടിയില്ല. ഫൈനലി നമ്മുടെ മെഹന്തി കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം 4 യൂറോ. 4 യൂറോയാണ്. നമ്മൾ നാട്ടിൽ ചീപ്പായിട്ടുള്ള സാധനം ഇവിടെ ഒരെണ്ണത്തിന്. നമ്മൾ ബക്ലാവ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. നെക്സ്റ്റ് ബക്ലാവ. നമ്മളവിടെ ബക്ലാവയൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് കഴിക്കാൻ. പിന്നെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? എന്ത് കളർ നോക്ക്, ഇത്ര പെട്ടെന്ന് കളറായ. ഇത് കളർ ഇത് ഇപ്പൊ എടുക്കുമ്പോ ഇതുപോലെ ആവും. മെഹന്തിയൊക്കെ ഇടുമ്പോഴാണ് ഇതിന്റെ ഒരു വൈബ് കിട്ടുന്നത്. ഞാൻ വാങ്ങിയ മെഹന്തി ശരിക്കും റോങ് ആയിരുന്നു. ഒരു വല്ലാത്ത കളറായിരുന്നു. സോ ഞാൻ ഇട്ട ഉടനെ തന്നെ അത് മായ്ച്ചു കളഞ്ഞു. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. നെക്സ്റ്റ് ഡേ ഫ്രൈഡേ ആയിരുന്നു ഇവിടെ ഈദ്. ഞങ്ങൾ രാവിലെ പെരുന്നാൾ നിസ്കരിക്കാനായിട്ട് പോവുകയാണ്. രാവിലെ 9 മണിക്കായിരുന്നു നിസ്കാരം. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ ഇറങ്ങി. ആദി അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി പെരുന്നാൾ നിസ്കരിക്കാനായിട്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സ്പേസ് ഉണ്ടായിരുന്നു നിസ്കരിക്കാനായിട്ട്. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ 4 പേര് ഒരുമിച്ചുള്ള ആദ്യത്തെ ഈദായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഈദ് നിസ്കരിക്കാനായിട്ട് പോകുന്നത് പള്ളിയിൽ. ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് സ്ത്രീകൾക്കുള്ള നിസ്കാര സ്ഥലം. പെരുന്നാളിന് ബിരിയാണിയൊക്കെ കിട്ടിയ അഫ്രീ എവിടെ കൈ പൊക്കെ കാണിച്ചത്? നല്ല തിരക്കായിരുന്നു പള്ളിയിൽ. തിരക്കൊക്കെ ആയപ്പോൾ അഫ്രീ ആകെ കുഴഞ്ഞു. പിന്നെ ജ്യൂസും ബിരിയാണിയൊക്കെ കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയായി.
നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഫോട്ടോസൊക്കെ എടുക്കും, റീൽസൊക്കെ എടുക്കും. ബട്ട് ഇത്തവണ അതൊക്കെ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോൾ നന്നായിട്ട് ഞാൻ അവരെയൊക്കെ മിസ് ചെയ്തു. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായത് കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റായി. ദെൻ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. ബിരിയാണി വെക്കുവാണ്. ഫ്രണ്ട്സ് വരുന്നുണ്ട്, നമുക്ക് കഴിക്കണമല്ലോ. ബിരിയാണിയുടെ വർക്കിംഗ് ഓൺ പ്രോഗ്രസ്. അരി വെന്തോണ്ടിരിക്കുകയാണ്. മസാല റെഡിയായി. ഇനി ദമ്മിടണം. പിന്നെ ഓക്കെ, ആ സൈഡ് വഴി പോവല്ലേ ആദ്യക്കുട്ട? ഇവിടെ അടുത്തൊരു പാർക്കിൽ വന്നതാണ്. ഈദ് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞ് വന്നതാണ്. നല്ല വ്യൂ ഉണ്ട്. വെള്ളത്തിൽ ചാരട്ടാണ്. നല്ല ഐസായിട്ട് കിടപ്പുണ്ട്. അല്ല, ഇത് ഫ്രോസൺ ആയിരുന്നു ഇവിടെ. ഇപ്പം സ്നോയൊക്കെ മെൽറ്റായി വരുന്നു. അതെ, ഇത് ഈ ഒരു ബ്രിഡ്ജില്ലേ, ഈ ഒരു പാസേജ് സമ്മർ ആകുമ്പോഴേക്കും ഇതെടുത്ത് ഇവിടുന്ന് മാറ്റും. ഇത് മാറ്റിക്കഴിഞ്ഞ് ഇതുവഴി ബോട്ടൊക്കെ പോകും. ഇത് വിന്ററിന് മാത്രം വെക്കുന്ന ഒരു ചെറിയൊരു പാസേജ്. അഫ്രിക്കയിലേ നടക്കണോ? നല്ല കൊള്ളാമോ അത്? ഇവിടെ തണുക്കണ? ഇപ്പോഴാ കണ്ടത്. അങ്ങ് ദൂരെ. അങ്ങനെ പെരുന്നാളൊക്കെ അവസാനിച്ചു. വീട്ടിലോട്ട് മടങ്ങുവാണ്. വേറെ ഒന്നുമില്ല, ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും. നല്ല ക്ഷീണമുണ്ട്, രാവിലെ എണീറ്റതാണ്. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.